നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്കിടെ മെഡിക്കൽ കോളേജ് ട്രോമ ICU, അതായത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് റോഡിലുണ്ടാകുന്ന അപകടങ്ങളെ തുടർന്ന് കിടക്കുന്ന കുറേ ആൾക്കാർ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിക്കാനിടയായി. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ അഡ്മിറ്റായി പോകുന്ന 80% ആളുകളും ചെറുപ്പക്കാരാണ്. ഈയിടെ പേപ്പർ വായിച്ചപ്പോഴും കാണുകയുണ്ടായി, റോഡ് അപകടങ്ങളിൽ പെടുന്നവരിൽ 90% ആളുകളും 18-നും 28-നും പ്രായത്തിനിടയ്ക്കുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴുണ്ടായ ഒരു യാഥാർത്ഥ്യമാണ്, പകൽ മുഴുവൻ അധ്വാനിച്ചതിന് ശേഷമാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ജോലിക്കോ സ്കൂളിലോ ഒക്കെ പോയതിന് ശേഷം ലീവ് നഷ്ടപ്പെടാതെയും ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെയും സ്വന്തം വാഹനങ്ങളിൽ രാത്രി യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ഷീണം കൊണ്ട് കൂടെയുള്ളവർ ഉണർന്നിരിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഉറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ അടുത്തിടെ ഒരു അമേരിക്കൻ പര്യടനത്തിനിടയിൽ ഞങ്ങളെ പകൽ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൻ്റെ ഡ്രൈവർ വൈകിട്ട് 7 മണിയാകുമ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് 8 മണിക്കൂർ റെസ്റ്റ് എടുക്കണമെന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ നിയമത്തിൽപ്പെടുന്ന കാര്യമാണ്. ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കണം. കാരണം രാത്രി ടൂറിസ്റ്റ് വാഹനങ്ങൾ യാത്ര പാടില്ല എന്ന നിയമമുണ്ട്. ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ലാത്തിടത്തോളം കാലം സ്വയം കാവലാളാകേണ്ടതല്ലേ ഓരോരുത്തരും. കോമണായിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിൻ, ബസ്, മെട്രോ ഇവയെല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സ്വന്തം വാഹനത്തിൽ സ്വന്തം വീട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നതല്ലേ. നമുക്ക് പരമാവധി യാത്രകൾ പകൽ സമയത്താക്കാനും മാത്രമല്ല, കോമൺ ആയിട്ടുള്ളൊരു സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ലഭിക്കുമെങ്കിൽ അതൊന്ന് ഉപയോഗിക്കാനും ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. തീരെ നിവൃത്തിയില്ല എങ്കിൽ മാത്രം ചെറിയ കാര്യങ്ങൾക്കെല്ലാം സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്തു പോകാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൂടെ. മാത്രമല്ല, പകലന്തിയോളം ജോലി ചെയ്തതിന് ശേഷം ഉള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലത്. ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നന്ദി.